ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ മുട്ട കൊണ്ട് വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 തക്കാളി മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 വെളുത്തുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയൊരു കഷ്ണം മാത്രം മതി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയൊരു സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊത്തിയരിഞ്ഞ രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മുഴുവനായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം മാത്രം ഒന്ന് ആയി കിട്ടിയാൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ട വെച്ചിട്ടൊക്കെ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒരുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ചപ്പാത്തി അപ്പമൊക്കെ കഴിക്കുമ്പോൾ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നമ്മൾ പേസ്റ്റാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കണമെങ്കിലും ഇതിന് ആ ഒരു പച്ചച്ചോവ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ തക്കാളി പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. കൂടുതലായിട്ട് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ്. ഇനി അതില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴുള്ള ആ ഒരു മസാലൻ്റെയൊക്കെ ഒരു പച്ചമണം നല്ലപോലെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വഴറ്റുന്ന നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മുട്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മുട്ടയ്ക്ക് നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ആ മഞ്ഞയും വെള്ളയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വരുന്നവരെ മാത്രം അടിച്ചെടുത്താൽ മതി കേട്ടോ. മുട്ടയൊക്കെ നല്ലപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ മുട്ടയൊക്കെ വറുത്തെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പാന് നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, പകുതി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടൊരു 30 സെക്കൻഡോളം ഇത് നമ്മൾ ഇളക്കാതെ വെക്കണം കേട്ടോ. ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം. കൂടുതൽ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. നമുക്കിത് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ പീസാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിയ പീസുകളാക്കിയിട്ട് തന്നെ എടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ.
ഇതുപോലെ ആയി കിട്ടിയാൽ മാത്രം മതി. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം മതി, അപ്പോഴേക്കും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാം പ്രാവശ്യം ഒഴിച്ചതും ഇതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മുട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ട നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ചോറൊക്കെ കഴിക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ ചോറൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കും. ഇതുപോലെ കൂട്ടി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മിനിമം ഒരു 2 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോഴേ ഉള്ളൂ നല്ലപോലെ മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തയ്യാറാക്കാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.